സുബ്രഹ്മണ്യം, കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യം പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം അത് AI ആണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഇനി എന്താണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്തത്? നമുക്കത് വിശദമായി കാണാം. ആ ചിത്രത്തിലേക്ക് നമ്മളിപ്പോൾ രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് ഒറിജിനൽ ആണ്, ഒന്ന് AI ആണ്. ആ ചെവിയിൽ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ പിടിക്കുന്നത് പോലത്തെ തോന്നുന്ന ചിത്രം അത് AI ആണ്. ഇത് FIR-ൽ ഉള്ള ചിത്രമാണ്. നമ്മളിപ്പോൾ കണ്ട ആ ചെവിയിൽ പിടിക്കുന്നത് പോലെയുള്ള ചിത്രം അത് വ്യാജമാണ്. ഇതിലാണ് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിക്കുന്നതിൽ കേസെടുത്താൽ എന്താണ് കുഴപ്പം? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം അതാണിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഇല്ല എന്ന് ആരും പറയുന്നില്ല. വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിലാണ് പ്രശ്നം. ഇന്ന് ആ പരിപാടിയുടെ മുഴുവൻ ദൃശ്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ാണ് ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ. എഡിറ്റ് ചെയ്യാത്ത സിംഗിൾ ഷോട്ട് വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇനി എന്താണ് പരിപാടി? പോലീസ് വകുപ്പിന് ശബരിമലയിൽ ഒരു ആംബുലൻസിന്റെ സൗകര്യമില്ല എന്നറിഞ്ഞ് ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഭക്തജനങ്ങൾക്കായി ഖൂർക്ക മോഡൽ ആംബുലൻസ് നൽകുകയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരാണ് സർക്കാരിന് മുന്നിലേക്ക് ഈ ഒരു അപേക്ഷ വെക്കുന്നത്. സർക്കാർ അതിന് അനുമതി നൽകുന്നു. ഓഗസ്റ്റ് 20-ാം തീയതി സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിൽ വെച്ച് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഭീമ ഗോൾഡിന്റെ ഡയറക്ടറും പങ്കെടുത്ത ചടങ്ങിൽ ആംബുലൻസ് കൈമാറുന്നു. ഈ കണ്ടതാണ് അതിന്റെ ദൃശ്യങ്ങൾ. കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നതും ഫോട്ടോ എടുക്കാൻ കൂടെയുള്ളവരെ വിളിക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞ ആ സെക്കൻഡിൽ പോറ്റിയോട് കൈകൊണ്ട് നീങ്ങാൻ പറഞ്ഞ് മുഖ്യമന്ത്രി നടന്നും പോകുന്നുണ്ട്. ഇതിൽ എവിടെയും കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോ പോലെ ഒരു ദൃശ്യമേ ഇല്ല. കോൺഗ്രസ് നേതാവിട്ട ഫോട്ടോ വ്യാജ നിർമ്മിതിയാണ്.